അതിൽ ഒന്നാമത്തത് പറയുന്നത് അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവും പ്രവാചകരും ഒരു മനുഷ്യനിലേക്ക് മറ്റ് സർവ വസ്തുക്കളെക്കാൾ സ്നേഹമുണ്ടാകുന്നത് വരെ അതുണ്ടായാലേ ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകും. لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين. صحيح حديث. لا يؤمن أحدكم നിങ്ങളാരും പരിപൂർണ്ണ ഈമാനുള്ളവരല്ല. ഈമാൻ ഉണ്ടാവണമെങ്കിൽ ഹത്താ അകൂന ഞാനായ പ്രവാചകൻ ആവണം അഹബ്ബ ഇലൈഹി ഓരോരുത്തരിലേക്കും ഏറ്റവും ശ്രേഷ്ഠമായവനാവണം. എന്തിനേക്കാൾ മാതാപിതാക്കളെക്കാൾ അവന്റെ സന്താനങ്ങളെക്കാൾ എന്തിനേറെ സർവ മനുഷ്യരെക്കാളും അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു മനുഷ്യന്റെ കൽബിൽ ഏറ്റവും ഇഷ്ടമുള്ളവനാവാതെ ഒരാളും പരിപൂർണ്ണമുണ്ട്. ഇഷ്ടമുള്ളവനാവണം ചെയ്യണം. ഇഷ്ടം കാണിക്കൽ എങ്ങനെ നമുക്കറിയാം. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബാപ്പന്റെ പേര് അബൂ ഖുഹാഫ അല്ലേ? അബൂ ഖുഹാഫ സിദ്ദീഖ് തങ്ങളുടെ പേര്, സിദ്ദീഖ് തങ്ങളുടെ ബാപ്പന്റെ പേര്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ ബാപ്പ ഒരിക്കൽ സബ്ബൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിനെ ചീത്ത പറഞ്ഞു. നമ്മളുടെ ഒരു വിദഗ്ധൻ റസൂലുള്ളാഹിനെ ചീത്ത നമ്മൾ ചിരിച്ചു കൊടുക്കും അല്ലേ? ആണുങ്ങളെ ചായമായി കൊടുക്കും. ഇത് ആരാ പറയുന്നത്? മകന്റെ മുമ്പിൽ വെച്ച് ബാപ്പ മകനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മഹാനെ ചീത്ത പറഞ്ഞു. ഒരൊറ്റ തള്ളിച്ചു ഒരൊറ്റ തള്ളാട്ടിയം കണ്ടു കൊടുത്തിട്ട് മുഖം കുത്തി വീണു. മുഖം കുത്തി വീണു. എന്നിട്ട് ഹബീബായ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് മഹാനായ സിദ്ദീഖ് തങ്ങൾ ചെയ്തത് പറഞ്ഞു. പക്ഷെ പിന്നീട് അബൂ ഖുഹാഫ ഇസ്ലാമിലേക്ക് വന്നു എന്ന ചരിത്രം പറയുന്നത്. പക്ഷേ റസൂലുള്ളാഹിനെ പറഞ്ഞു മോശിക്കാൻ കഴിയുന്നു. റസൂലുള്ളാഹിനെ നമ്മളെടുത്ത് എങ്ങനെ പറയാൻ പറ്റും? നേരെ മറിച്ച് നമ്മളെ വാർത്ത പറഞ്ഞാലോ അങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് റസൂലുള്ളാഹിനെ ഞങ്ങളെ ഇഷ്ടാരോടാ? നമ്മളെ വാപ്പനോട്. അപ്പൊ നമ്മളെ ഈമാനല്ല, പൂർണ്ണല്ല. ആ നിരക്ക് പോലും നമ്മൾ ബഹുമാനിക്കുന്നില്ല. ബദർ യുദ്ധത്തിൽ അബൂ ഉബൈദ ബിൻ ജറാഹ് എന്ന് പറഞ്ഞ സഹാബി സ്വർഗ്ഗം കൊണ്ട് സന്തോഷവാർത്ത കിട്ടിയ 10ൽ ഒരു സഹാബിയാണ്. വഅബീ ഉബൈദ റളിയല്ലാഹു തബല്ലഗ അൻ നബി ബക്കർ വഅൻ നബി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി സഈദ് സുബൈർ തൽഹ വഅബീ ഉബൈദ വബിൻ ഔഫ്. അബൂ ഉബൈദ സഹാബി തന്റെ പിതാവ് ശത്രുക്കളെ വസന്ത ജറാഹ് ഒറ്റ വിട്ടുകൊടുത്തു. കാരണം നമ്മളെ ദീനവിടെ വരുന്നത് ബാപ്പനെ. സിദ്ദീഖുള്ളാന്റെ മകനുണ്ടായ ബദർ യുദ്ധത്തിൽ ശത്രുക്കളെ കൂടെ യുദ്ധം കഴിഞ്ഞപ്പോ പിന്നീട് ഇസ്ലാമിലേക്ക് വന്നതിന്റെ ശേഷം ഒരിക്കലും പിതാവിനോട് സംസാരിക്കുന്നതിന് പറഞ്ഞത്, എനിക്ക് യുദ്ധത്തിൽ നിങ്ങളെ വെട്ടാനുള്ള പല അവസരവും കിട്ടിയിരുന്നു, എന്റെ പിതാവല്ലേ എന്ന നിലക്ക് ഞാൻ ഒഴിവാക്കിയതാണ് പറഞ്ഞു. ആര്? സിദ്ദീഖുള്ളാന്റെ മകനെ. തിരിച്ചു പറഞ്ഞില്ല, എനിക്ക് നിന്നെ വെട്ടാൻ ഒരവസരം കിട്ടിയെങ്കിൽ ഞാൻ വെട്ടുമായിരുന്നു. നമ്മളെ മക്കൾ എത്ര കല്ലൊടിച്ചാൽ നമുക്കൊന്നുമില്ല. ആരെങ്കിലും കള്ളു കൊടുക്കുന്നുണ്ടെന്ന് ഉപദേശിച്ചാൽ നമുക്ക് പറയുന്നതാണ് ദേശീയം. ഇപ്പോഴത്തെ കാലം അങ്ങനെയായിപ്പോയി. അപ്പൊ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാ സഹാബത്ത് സ്നേഹിച്ചത് നിങ്ങൾ നോക്കി. ഇമാം